ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. സ്റ്റിച്ചിങ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളും തയ്യലും വീട്ടുജോലികളും ഒക്കെയുള്ള ഒരു ഫുൾ ബിസി ഡേ ആണ് കേട്ടോ ഇന്ന് ഉള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ പാടെ തന്നെ ചായ കുടിക്കാമെന്ന് കരുതിയപ്പോൾ മോന് ചായ വേണ്ടാന്ന്, അവൻ അത്രയ്ക്ക് ചായയോട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇടുന്ന് കലക്കിയത്. സംഭവം ഒരു ചായ ഇനി എനിക്ക് മാത്രം ഇടണമല്ലോ എന്ന് മടിച്ചിട്ടാണ് കേട്ടോ. അവന് ബൂസ്റ്റ് എടുത്തപ്പോൾ അതിലൊരു അര ഗ്ലാസ് ഞാനും കൂടെ അടിച്ച് മാറ്റി കുടിച്ചു, മതിയല്ലോ. പിന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് ജോലിയൊക്കെ ആയിട്ട് കയറി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീർത്തിട്ട് വേണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കാനായിട്ട്. എന്നാലും ഈ ചായ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു ആലോചനയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. കുറച്ച് നേരം ചായ കുടിച്ച് ആലോചിച്ച് പുറത്തേക്ക് നോക്കിയൊക്കെ ഇരുന്ന ശേഷമാണ് കേട്ടോ പിന്നെ നേരെ കിച്ചണിലേക്ക് കയറിയത്. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെള്ളം ഒഴിച്ച് ആ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് വെച്ചു. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കി, പിന്നെ മീൻ വറുത്തു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയത് കാരണം ദോശയ്ക്കും സാമ്പാർ തന്നെ എടുക്കാം, ഉച്ചയ്ക്ക് ഊണിനും സാമ്പാർ എടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? സംഭവം അടിപൊളിയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. എന്നാലും നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ പുറത്തുനിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇതേ സാമ്പാറൊക്കെ ഉണ്ടാക്കി എടുക്കാണ് കേട്ടോ. അതിനുശേഷം ദോശയും ചുട്ടെടുത്തു. അപ്പോൾ രാവിലത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ ഉച്ചത്തേക്ക് മീൻ വറുത്തു. അപ്പോൾ ജോലി ഏതാണ്ടൊക്കെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല, പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം തുണി നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി കുളിച്ച് അങ്ങനെയൊക്കെ അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ടാണ് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റിച്ചിങ്ങിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഇരിക്കും. പിന്നെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ അടുക്കളയിലെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞു. മോനെയും എക്സാമിന് പറഞ്ഞു വിട്ടു. അവനിന്ന് വൈകിട്ട് വരെ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ മോനും പോയ ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇരുന്നത്. അപ്പോൾ അതേ ഇതാണ് റെഫറൻസ് പിക്ചർ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഇന്ന് 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അതേ ഇത് അത്യാവശ്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ തുണിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ, കുറേ പ്രാവശ്യം കയറി ഇറങ്ങുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കളർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് കിട്ടാനായിട്ട് ഞാൻ കുറേ ദിവസം തപ്പിപ്പിടിച്ച് നടന്നു. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ആദ്യം അളവനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തയ്ക്കാനുള്ളതെല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അന്നൊരു ദിവസം എത്രയൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് ഇതിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളതായിരുന്നു കേട്ടോ ഇത്. വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവുകയുള്ളായിരുന്നു. പിന്നെ ഞാൻ ഓർക്കാണ്ട് കട്ട് ചെയ്തും പോയി. പിന്നെ ഞാൻ അതിന് ലൈനിങ് വേസ്റ്റായിട്ടുള്ളൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇതിലിങ്ങനെ ആ ഒരു സിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊന്ന് തയ്ച്ചെടുത്ത ശേഷം ഇങ്ങനെ ഇത് കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് മെഷീനിൽ തയ്ച്ചെടുത്തു. എന്നിട്ട് റിങ് ഇട്ടിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഹാൻഡ് വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടല്ലോ അതിങ്ങനെ നല്ല സൂം ചെയ്തങ്ങ് നോക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കിടുപിടികളാണ് അതിൽ വെച്ചിട്ടുള്ളതെന്ന് നന്നായിട്ട് നോക്കിയ ശേഷം അത്യാവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദേ കണ്ടോ റിങ്ങിലിട്ടിട്ട് ദേ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് സൂചി ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂചി എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനുള്ള സൂചി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നൂല് നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ്റെ നൂല് തന്നെയാണ്. അപ്പോൾ അത് 2 സ്റ്റാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും നല്ലതായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നല്ല ബലത്തിൽ അങ്ങോട്ട് തുന്നി പിടിപ്പിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരി സ്റ്റാൻഡിൽ ആരി നീഡിലിട്ട് ചെയ്യാം. പക്ഷേ
ഒരെണ്ണം വലിച്ചിളക്കുമ്പോഴേക്കും ഫുള്ളായിട്ട് ഇളകി വരും. പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സ് പിള്ളേരൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഫുൾ ഇളകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കുന്നത്. അപ്പോൾ അതേ പെട്ടെന്ന് തയ്ച്ചെടുക്കാമെന്ന് കരുതി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ സംഭവമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ എങ്കിലും ഇത് അത്യാവശ്യം നല്ല സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ചെയ്ത് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ആവാറായി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ആ ഒരു സ്കേർട്ടിൽ വെക്കേണ്ട മുകൾ ഭാഗവും അതുപോലെ തന്നെ നെക്കിൽ വെക്കേണ്ട പോർഷനൊക്കെ ചെയ്ത് തീർന്നപ്പോൾ ഞാൻ മാക്സിമം സ്പീഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഓരോന്നായിട്ട് തുന്നി പിടിപ്പിക്കേണ്ടത് കൊണ്ടാവണം ഒരുപാട് നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഒരു ദിവസം വേണ്ടി വരില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഒരു ദിവസം ഫുള്ള് വേണ്ടി വന്നു ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ വേറെ ഒരു ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കട്ട് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റി, അത്രയും വലിയ കാര്യം. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ടിനുള്ളത് അവസാനമാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. കാരണം ആദ്യം ടോപ്പിനുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ബാക്കി വന്ന മെറ്റീരിയലിൽ അത്യാവശ്യം നല്ല ഫ്ലെയർ കൊടുത്തിട്ടാണ് ഈ ഒരു സ്കേർട്ട് തയ്ച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് സ്കേർട്ടിൻ്റെ ക്ലോത്ത് വെട്ടിയെടുത്തത്. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് കട്ട് ചെയ്ത് വെക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുട്ടിയുടെ സ്കേർട്ടിൻ്റെ ഇറക്കത്തിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഒരു 7 വയസ്സുള്ള കുട്ടിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. 2 എണ്ണം തയ്ക്കാൻ. അപ്പോൾ രണ്ടും 2 ഓർഡറാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം 3 വയസ്സുള്ള കുട്ടിയുടേതാണ് എമർജൻസി ആയിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ആദ്യം ചെയ്യട്ടെ എന്ന് കരുതി ബാക്കി തുണിയൊക്കെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത അതേ കുട്ടിക്ക് തന്നെ വേറൊരു പട്ടുപാവാടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പട്ടുപാവാട ബ്ലൗസ് ഒരു കോംബോ ആയിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് ഓർഡർ വന്നതാണ് കേട്ടോ. റെഫറൻസ് പിക്ചർ കണ്ടിട്ട് ഓർഡർ വന്നതാണ്. അപ്പോൾ അതിനുള്ള മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് നാളത്തേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. സംഭവം ഇതാണ് കേട്ടോ റെഫറൻസ് പിക്ചർ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷ്ഡ് ഡ്രസ്സിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. പിന്നെ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു റെഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫിനിഷ്ഡ് ഡ്രസ്സിൻ്റെത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ബോയൊക്കെ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു റെഡ്, അത് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് അത്യാവശ്യം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാസുകി കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിലൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതേ കട്ടിങ്ങൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്കൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് വൈകുന്നേരമായി കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നത്. പിന്നെ കഴിക്കാൻ നേരത്ത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഇപ്പോൾ മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ചില സമയത്ത് ഞാൻ മറന്നു പോകും. പിന്നെ എടുത്തെടുത്ത് വരുമ്പോഴായിരിക്കാം കുറേയൊക്കെ വീഡിയോസ് ചെയ്ത് വരുമ്പോഴായിരിക്കാം എനിക്ക് ക്ലിയറായിട്ട് ഇതുപോലെ എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ എടുക്കണമെന്നൊരു ഓർമ്മയൊക്കെ വരുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേ സ്റ്റിച്ചിങ് തുടങ്ങി. പിന്നെ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഓവർലോക്ക് ചെയ്യുന്നില്ല കേട്ടോ. പകരം ആ ഒരു ഭാഗങ്ങളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് അരികൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഓവർലോക്ക് ഇല്ലയെന്നൊരു കുറവേ ഇല്ല, അത്രയ്ക്ക് നീറ്റായിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ അത്യാവശ്യം കുട്ടികൾക്ക് സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അഴിക്കാൻ കണക്കിന് മാറ്റി തയ്യലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇതേ മോഡൽ വേണമെന്നുള്ളവർ വാട്സപ്പിൽ
മെസ്സേജ് ചെയ്യുക. നമ്മുടെ ബിസിനസ് വാട്സപ്പ് നമ്പർ നമ്മുടെ വാസുകി കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജ് ഫോളോ കൂടെ ചെയ്യാൻ മറക്കല്ലേ. അതിനുശേഷം ഈ ഒരു നമ്പറിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ അതേ നമ്മൾ എന്ത് ജോലി സ്റ്റിച്ചിങ് എമർജൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലും അത്യാവശ്യം നമ്മുടെ മെഷീൻ പണി തരാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ മെഷീൻ ഒന്ന് പണി തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ശരിക്കും ആ ബോബിൻ കേസിലെ ഒരു നൂല് കയറി ഇരുന്നതാണ് കേട്ടോ പ്രശ്നത്തിന്, ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്ത് ദേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ഡ്രസ്സാണ് രാവിലെ മുതൽ രാത്രി വരേക്കും ഞാൻ ഈ തയ്ച്ചുകൊണ്ടിരുന്നത്. നേരെ ഏതാണ്ട് ഇരുട്ടാറായി. പിന്നെ ആ ഒരു പട്ടുപാവാടയും ആ ഒരു ബ്ലൗസും എന്ന് പറയുന്നത് വേറൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം എന്തേ രാത്രിയത്തെ ഫുഡ് വറുത്ത മീനുണ്ടായിരുന്നു, അപ്പവും കൂടെ ഉണ്ടാക്കി കഴിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനി രാവിലെ എണീറ്റിട്ട് അടുത്ത വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും